അന്നുള്ള അന്നത്തിനായി മത്സ്യബന്ധനത്തിന് പോയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത് കോടികൾ വിലമതിക്കുന്ന തിമിംഗല ഛർദി. സാമൂഹിക പ്രതിബദ്ധതയുള്ള കൊല്ലം ജോനകപ്പുറം സ്വദേശി അശോക് കുമാറും സഹപ്രവർത്തകരായ മത്സ്യത്തൊഴിലാളികളും ഇത് കരയിലെത്തിച്ച് വനം വകുപ്പിന് കൈമാറി. ആഗോള കമ്പോളത്തിൽ കോടികൾ വിലമതിക്കുന്നതാണ് തിമിംഗല ഛർദി. ഇതിന് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം കേസുകൾ ക്രൈംസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട്. ഇതൊക്കെ ഈ ഒരു അന്താരാഷ്ട്ര മാഫിയ സംഘങ്ങൾ വരെ ഇത് വിൽക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ മാതൃകാപരമായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ, അതും നമ്മുടെ ഇവിടുത്തെ ഈ ജോനകപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ അവരുടെ സംശയം തോന്നി. അവർ കടലിൽ ഇത് ഒഴുകി വരുന്നത് കണ്ട് അവരത് കൃത്യമായി ഇവിടേക്ക് എത്തിക്കുകയും അത് വനം വകുപ്പിനെയും പോലീസിനെയും ഫിഷറീസിനെയൊക്കെ അറിയിച്ച് അവരവരുടെ ആ സാമൂഹിക പ്രതിബദ്ധത അവൾ ഉയർത്തിക്കാട്ടുകയാണ്. മത്സ്യബന്ധനത്തിനാണ് ഞങ്ങൾ പോകുന്നത്, ഇതിനല്ല എന്നൊരു സന്ദേശമാണ് അവർ നൽകുന്നത്. ശ്രീ അശോകൻ, നിങ്ങൾക്കിത് എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എത്ര മണിക്കാണ് ഇതിൻ്റെ വള്ളത്തിൻ്റെ പേര് എല്ലാം കൂടി പറയൂ. എൻ്റെ പേര് അശോക് കുമാറാണ്. എൻ്റെ വള്ളത്തിൻ്റെ പേര് അമ്മാപ്പായാണ്. ഞങ്ങൾ 2:30 ഇന്നലെ പണിക്ക് പോയി അവിടെ 5 പുലർച്ചെ വൈകുന്നേരം ഇരുട്ടിയ ശേഷം അവിടെ പോയി എത്തി. അപ്പോൾ ആ സമയത്ത് വല വിടുന്ന സമയത്താണ് ഒരെണ്ണം ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കണ്ട്. അപ്പോൾ അവിടെ സംശയം തോന്നി. ശരി, ഇതെന്താണ് എന്ന് നോക്കിയപ്പോൾ പുതിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ ഈ വല വെച്ച് കറക്റ്റായിട്ട് കോരിയെടുത്ത് വെച്ചിട്ട് ഒരു വള്ളത്തിനെ അടുത്തുള്ള വള്ളത്തിനെ വള്ളം വിടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചപ്പുറം കൂടി പോകുമ്പോൾ ഇനി വീണ്ടും ഒരെണ്ണം അപ്പുറത്ത് കൂടി പൊങ്ങി വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംശയത്തിലാണ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾ വലയും വിട്ട് മീൻ കിട്ടിയില്ല. പക്ഷേ അതങ്ങനെ തിരിച്ച് ഇവിടെ വരെയും ചെയ്തു. നഷ്ടമായി കിട്ടിയത് ഇത് അല്ലേ? ഈ സാധനം ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെ ഇതുപോലെ അഴുക്ക് വരുന്ന സ്ഥലത്ത് മീൻ കാണത്തില്ല കൂടുതൽ. ഞങ്ങളറിയാതെ വിട്ടിട്ട് വലിക്കുമ്പോഴാണ് മീൻ അവിടെ ഇല്ലാതായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ കടലിൽ ഈ തിമിംഗലങ്ങളെ കണ്ടിട്ടുണ്ടോ? തിമിംഗലങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ സാധനം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സംശയത്തിൻ്റെ പേരിലാണ് ശരി, അതൊക്കെ പോട്ടെ. ഇതിൻ്റെ ഒരു വില നിങ്ങൾക്ക് അറിയാമോ? ഇതെന്താണ് ഇതൊക്കെ ഈ ആഗോളതലത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു കമ്പോളത്തിൽ ഇതിൻ്റെ ഒരു വിലയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല, അറിയില്ല. ഞങ്ങളിത് ഇങ്ങനെ കൊണ്ടുവന്ന് ഫോറസ്റ്റിനും ഗവൺമെൻറ്റിനും അറിയിച്ച് എന്തെങ്കിലും അവർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അതിനെ കൊണ്ടുവന്ന് എത്തിച്ച് ഗവൺമെൻറ്റിന് കൊടുത്ത് ഇത് ചെയ്യും. ആദ്യമായിട്ടാണ് കിട്ടുന്നത്? ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. വള്ളക്കാശ് പോലും എണ്ണക്കാശ് പോലും മുതലായില്ല. ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. 2000 രൂപ എന്താ ഉണ്ടായിരുന്നു 2 വള്ളത്തിൽ പോയിട്ട്. അപ്പോൾ നമ്മുടെ ശ്രീ അശോകൻ പറഞ്ഞത് കേട്ടല്ലോ. അപ്പ അമ്മ എന്ന് പറയുന്ന ജോനകപ്പുറത്തുള്ള ഈ നമ്മുടെ അശോക് കുമാറിൻ്റെ വള്ളത്തിലാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളായി മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരാളാണ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കിട്ടുന്നത്. പോയ എണ്ണക്കാശ് പോലും മുതലായില്ല. 2000 രൂപയുടെ മീനാണ് 2 വള്ളത്തിലായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പലരും ഈ സ്വർണം ഇതൊക്കെ കിട്ടുമ്പോൾ പലരും ഇപ്പോൾ തിരികെ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ സന്മനസ്സുള്ളവരുടെ ഒരു നാട്ടിലാണ് നമ്മളും കഴിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ അശോകൻ ആൻഡ് ടീം വളരെ ഗംഭീരമായി ആ സാമൂഹിക പ്രതിബദ്ധത അവർ തെളിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.